നമസ്കാരം. STV ഈവനിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ടൂറിസം രംഗത്തെ കേരളം ആഗോള ബ്രാൻഡായി മാറിയെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ്. ഇക്കോ ടൂറിസം പദ്ധതി വികസിപ്പിക്കുന്നതിലൂടെ ഗ്രാമീണ വികസനവും തൊഴിൽ വളർച്ചയും ഉണ്ടാകും. നൂതന സംവിധാനങ്ങൾ പ്രയോജനപ്പെടുത്തിയുള്ള ടൂറിസം വികസനം സർക്കാർ ലക്ഷ്യമെന്നും മുഹമ്മദ് റിയാസ്. വനനിയമങ്ങളിൽ കാലോചിതമായ മാറ്റം അനിവാര്യമെന്ന് മന്ത്രി AK ശശീന്ദ്രൻ. കേന്ദ്ര നിയമത്തിലെ ഇളവുകൾ അനുസരിച്ച് സംസ്ഥാനങ്ങൾക്ക് തീരുമാനമെടുക്കാനുള്ള അധികാരം നൽകണം. കേന്ദ്രവുമായി ഏറ്റുമുട്ടലില്ലെന്നും സംസ്ഥാന മന്ത്രിസഭ അംഗീകരിച്ച കരട് ബിൽ നിയമസഭ പാസാക്കിയാൽ രാഷ്ട്രപതിക്ക് അയക്കുമെന്നും മന്ത്രി. സംഘപരിവാറിന്റെ ദളിത് പീഡന സിദ്ധാന്തം കേരളത്തിൽ നടക്കുന്നില്ലെന്ന് PKS സംസ്ഥാന സെക്രട്ടറി S അജയ്കുമാർ. പ്രതിരോധിക്കാൻ കേരളത്തിൽ പുരോഗമന പ്രസ്ഥാനങ്ങളുണ്ട്. പാലക്കാട് പട്ടികജാതി ക്ഷേമ സമിതി സംഘടനാ കൺവെൻഷൻ. KSU പ്രവർത്തകരെ മുഖംമൂടിയും കൈവിലങ്ങും ധരിപ്പിച്ച് കോടതിയിൽ ഹാജരാക്കിയ വടക്കാഞ്ചേരി SHO ഷാജഹാന്റെ പട്ടാമ്പി വള്ളൂരിലെ വസതിയിലേക്ക് യൂത്ത് കോൺഗ്രസ് KSU പ്രവർത്തകർ നടത്തിയ മാർച്ചിൽ സംഘർഷം. പോലീസ് ജലപീലങ്കി പ്രയോഗിച്ചു. ഷാജഹാൻ കാക്കിയിട്ട ക്രിമിനലെന്ന് റിയാസ് മുക്കോളി. വാർത്തകൾ വിശദമായി. ടൂറിസം രംഗത്തെ കേരളം ആഗോള ബ്രാൻഡായി മാറിയെന്ന് മന്ത്രി PA മുഹമ്മദ് റിയാസ്. വിനോദസഞ്ചാരികൾക്ക് യാത്രാ സൗകര്യമൊരുക്കുന്ന ടാർക്കോസിന്റെ വെബ്സൈറ്റ് ഉദ്ഘാടനം പാലക്കാട്ട് നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ഇക്കോ ടൂറിസം പദ്ധതി വികസിപ്പിക്കുന്നതിലൂടെ ഗ്രാമീണ വികസനവും തൊഴിൽ വളർച്ചയും ഉണ്ടാകുമെന്നും മന്ത്രി മുഹമ്മദ് റിയാസ് പറഞ്ഞു. കേരളത്തിലേക്കുള്ള വിനോദസഞ്ചാരികളുടെ ഒഴുക്ക് വർദ്ധിക്കുകയാണ്. വിനോദസഞ്ചാരികൾക്ക് ആവശ്യമായ തരത്തിൽ നൂതന സംവിധാനങ്ങൾ ഉപയോഗിച്ച് ടൂറിസം വികസിപ്പിക്കുകയാണ് സർക്കാർ ലക്ഷ്യം. അഡ്വഞ്ചർ ടൂറിസം രംഗത്ത് കേരളം കുതിപ്പ് നടത്തി. പ്രകൃതി ഭംഗി ചോരാതെയും ചൂഷണം ചെയ്യാതെയും ടൂറിസം സർക്യൂട്ടുകൾ ഒരുക്കുന്നതിലൂടെ ഗ്രാമീണ സാമ്പത്തിക സാമൂഹിക വികസനം യാഥാർത്ഥ്യമാകും. വിനോദസഞ്ചാരികളുടെ അഭിരുചികൾ തിരിച്ചറിഞ്ഞ് വാഹനം, ഭക്ഷണം, താമസം എന്നിവയുൾപ്പെടുന്ന അടിസ്ഥാന സൗകര്യങ്ങൾ തദ്ദേശ സ്ഥാപനങ്ങൾ ഒരുക്കാൻ ശ്രദ്ധിക്കേണ്ടതുണ്ടെന്നും മന്ത്രി PA മുഹമ്മദ് റിയാസ് കൂട്ടിച്ചേർത്തു. റിസോർട്ട് ബുക്കിംഗ്, ഇ-കോമേഴ്സ് തുടങ്ങിയുള്ള എല്ലാ സാധ്യതകൾ ഉപയോഗപ്പെടുത്താനും ഈ വെബ്സൈറ്റിലൂടെ സാധിക്കുമെന്നതിൻ്റെ സംഘാടകർ നേരത്തെ തന്നെ അറിയിച്ചിട്ടുണ്ട്. ടെക്നോളജിയുടെ വികാസം, പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയ, ഇൻസ്റ്റാഗ്രാം പ്രത്യേകം എടുത്ത് പരിശോധിച്ചാൽ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളെ പ്രചരിപ്പിക്കുന്നതിന് ഒരുപാട് സാധ്യതകൾ വർദ്ധിച്ചു വരികയാണ്. കേരളത്തിലെ പല ടൂറിസ്റ്റ് കേന്ദ്രങ്ങളും ഇൻസ്റ്റാഗ്രാമിലും സോഷ്യൽ മീഡിയയിലൂടെയും മനസ്സിലാക്കി വിദേശത്തുൾപ്പെടെ സഞ്ചാരികൾ വരുന്നു എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. ടാർക്കോസ് ഡയറക്ടർ EN സുരേഷ് ബാബു അധ്യക്ഷത വഹിച്ചു. ATTDU ജില്ലാ പ്രസിഡന്റ് K ബാബു MLA, ഡയറക്ടർ K പ്രേമൻ, സിംഗപ്പൂർ കോഡ് സ്ട്രീം ഡയറക്ടർ സമീർ ഷംസുദ്ദീൻ, സഹകരണ സംഘം ജോയിന്റ് രജിസ്ട്രാർ M ശ്രീഹരി, KHRA പ്രസിഡന്റ് NMR റസാഖ്, S വിനായക്, ജോസ് പ്രദീപ് തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. വനനിയമങ്ങളിൽ കാലോചിതമായ മാറ്റം അനിവാര്യമെന്ന് മന്ത്രി AK ശശീന്ദ്രൻ. അതിനാണ് സർക്കാർ ശ്രമിക്കുന്നത്. കേന്ദ്രവുമായി ഇക്കാര്യത്തിൽ ഏറ്റുമുട്ടലില്ലെന്നും വനമന്ത്രി തൃശ്ശൂരിൽ പറഞ്ഞു. ഗവൺമെൻറ്റുകൾക്ക് ഇടക്കാല ഉത്തരവുകളിലൂടെയോ നിയമത്തിലൂടെയോ ക്യാബിനറ്റ് തീരുമാനപ്രകാരമോ ഇത്തരം സന്ദർഭങ്ങളെ നേരിടാൻ ഒരു വഴി എന്ന നിലക്കാണ്. അല്ലാതെ നമ്മൾ നേരെ പോയി നിങ്ങളുടെ ഈ നിയമത്തിൻ്റെ അന്തസ്സത്തൊക്കെതിരെ സംസാരിച്ചാൽ അംഗീകാരം കിട്ടാൻ പോകില്ല. അതുകൊണ്ട് തന്നെ വളരെ സൂക്ഷിച്ചാണ് നിയമം നിർമ്മിച്ചിട്ടുള്ളത്. നേരെ ഏറ്റുമുട്ടലല്ല, കേന്ദ്ര നിയമമായുള്ള ഏറ്റുമുട്ടലല്ല, കേന്ദ്ര നിയമത്തിൻ്റെ സ്പിരിറ്റിൽ നിന്നുകൊണ്ട് തന്നെ ഓരോ സംസ്ഥാനങ്ങളിലും ഉണ്ടാകുന്ന സവിശേഷ സാഹചര്യങ്ങളെ നേരിടാൻ ഘട്ടം വരുമ്പോൾ അത്തരം ഘട്ടങ്ങൾക്ക് നേരിടാനുള്ള അധികാരം സംസ്ഥാനങ്ങൾക്ക് നൽകുക എന്നതാണ് ഇതിൻ്റെ ഉദ്ദേശം. അപകടകാരികളായ വന്യമൃഗങ്ങളെ വെടിവെച്ചു കൊല്ലുന്നതിന് ഉത്തരവിടാൻ ചീഫ് വൈൽഡ് ലൈഫ് വാർഡന് അധികാരമുണ്ട്. എന്നാൽ നടപടിക്ക് കാലതാമസം നേരിടുന്നതാണ് പ്രശ്നമാകുന്നത്. വനം നിയമങ്ങളിൽ കാലോചിതമായ മാറ്റം അനിവാര്യമാണെന്നും അതിനാണ് സർക്കാർ ശ്രമിക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു. പ്രത്യേക സാഹചര്യത്തിൽ സംസ്ഥാന സർക്കാരിൻ്റെ അധികാരം ഉപയോഗിച്ച് പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കാൻ അധികാരം നൽകണമെന്നാണ് ആവശ്യം. കേന്ദ്ര നിയമത്തിൽ മാറ്റം വരുത്താൻ സംസ്ഥാനങ്ങൾക്ക് അധികാരമില്ല. കേന്ദ്ര നിയമത്തിലെ ഇളവുകൾ അനുസരിച്ച് സംസ്ഥാനങ്ങൾക്ക് തീരുമാനമെടുക്കാനുള്ള അധികാരം വേണമെന്നാണ് കരട് രേഖയിൽ പറയുന്നത്. വനവും വന്യജീവികളെയും സംരക്ഷിക്കണമെന്ന് നിലപാടിൽ ഉറച്ചാണ് സംസ്ഥാന സർക്കാർ മുന്നോട്ടു പോകുന്നത്.
കേന്ദ്രവുമായി ഈ പ്രശ്നത്തിൽ ഏറ്റുമുട്ടലിനില്ലെന്നും മന്ത്രി പറഞ്ഞു. മന്ത്രിസഭ അംഗീകരിച്ച കരട് ബിൽ നിയമസഭ പാസാക്കിയാൽ രാഷ്ട്രപതിക്ക് അയക്കുമെന്നും AK ശശീന്ദ്രൻ കൂട്ടിച്ചേർത്തു. ഇളവുകൾ, അധികാരങ്ങൾ അത് അതാത് സന്ദർഭങ്ങളിൽ ഉപയോഗിക്കാൻ സംസ്ഥാനങ്ങൾക്ക് പ്രത്യേകമായ തീരുമാനമെടുക്കാനുള്ള അവകാശം വേണമെന്ന് പറഞ്ഞു. അപ്പോൾ നിയമത്തിലല്ല, നിയമത്തിൻ്റെ ഉദ്ദേശത്തോടല്ല, അതിലെ വ്യവസ്ഥകളിലുള്ള മാറ്റങ്ങളാണ് നമ്മൾ ആവശ്യപ്പെടുന്നത്. അപ്പോൾ അതിന് കേന്ദ്രത്തിന് ബുദ്ധിമുട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, തൃശ്ശൂർ. ഷൊർണൂർ വിവേകാനന്ദ പഠന കേന്ദ്രവും ഷൊർണൂർ ജൈവം ഗ്രൂപ്പും സംയുക്തമായി ഷൊർണൂരിൽ വന്ദേ വിവേകാനന്ദം വിവിധ പരിപാടികളോടുകൂടി സംഘടിപ്പിച്ചു. പ്രശസ്ത കവി അഡ്വക്കേറ്റ് PT നരേന്ദ്രമേനോൻ ഉദ്ഘാടനം ചെയ്തു. ആദരിക്കൽ, ചർച്ച, സമ്മാനദാനം, കലാപരിപാടികൾ എന്നിവ ഉണ്ടായിരുന്നു. ഷൊർണൂർ വിവേകാനന്ദ പഠന കേന്ദ്രവും ഷൊർണൂർ ജൈവം ഗ്രൂപ്പും സംയുക്തമായാണ് വന്ദേ വിവേകാനന്ദം വിവിധ പരിപാടികളോടുകൂടി സംഘടിപ്പിച്ചത്. ഷൊർണൂർ മയിൽവാഹനം കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന പരിപാടി പ്രശസ്ത കവി അഡ്വക്കേറ്റ് PT നരേന്ദ്രമേനോൻ ഉദ്ഘാടനം ചെയ്തു. അതൊരു വലിയ പ്രഹേളിക പോലെ, ഉത്തരം കിട്ടാത്തൊരു കടങ്കഥ പോലെ ആ ജീവചരിത്രം എൻ്റെ മുന്നിൽ ഇന്ന് നിൽക്കുകയാണ്. പക്ഷേ ഇന്നത്തെ ഭാരതത്തിൻ്റെ അവസ്ഥ നോക്കുമ്പോൾ ആ ജീവിതത്തിൻ്റെ ഉദ്ദേശം എന്താണ് എന്നുള്ളതിന് ചില വെളിപാടുകൾ എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഭാരതം ലോകത്തിലെ 4ാമത്തെ പ്രബലമായ ശക്തമായ രാഷ്ട്രമാണ്. അടുത്ത ഘട്ടത്തിൽ തന്നെ ലോകത്തിലെ 3ാമത്തെ ഏറ്റവും പ്രബലമായ രാഷ്ട്രമായി മാറും ഭാരതം. വിശിഷ്ട വ്യക്തിത്വങ്ങൾക്കുള്ള വിവേകാനന്ദ പഠന കേന്ദ്രത്തിന്റെ ആദര സമർപ്പണവും ചടങ്ങിൽ നടന്നു. തുടർന്ന് വിദ്യാർത്ഥികൾക്കുള്ള സമ്മാനദാനവും ചടങ്ങിൽ വെച്ച് നടന്നു. മോഹിനിയാട്ടം, ഡാൻസ് ഉൾപ്പെടെയുള്ള വിവിധ കലാപരിപാടികളും അരങ്ങേറി. ചടങ്ങിൽ ചെയർമാൻ അഡ്വക്കേറ്റ് S. പ്രഭാശങ്കർ അധ്യക്ഷത വഹിച്ചു. പ്രകാശ് ചുണങ്ങാട്, സുകുമാരി നരേന്ദ്രമേനോൻ, CN ഭവദാസനുണ്ണി, രാജേഷ് അടയ്ക്കാപുത്തൂർ, പ്രണവ്, പാർവതി ശങ്കർ, അഭിരാം, വസിഷ്ഠ ഉമേഷ് തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് ഉച്ചയ്ക്ക് ശേഷം ഡോക്ടർ P. രാജേന്ദ്രൻ, A. നാരായണൻ, KB. രാജൻ എന്നീ കൃഷി വിദഗ്ധന്മാർ നയിച്ച ചർച്ചയും തുടർന്ന് ജൈവ അവാർഡ് വിതരണവും ഉണ്ടായിരുന്നു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. ഉത്തരേന്ത്യയിലെ സംഘപരിവാറിന്റെ ദളിത് പീഡനം കേരളത്തിൽ നടക്കില്ലെന്ന് PKS സംസ്ഥാന സെക്രട്ടറി S. സജികുമാർ. പാലക്കാട്ടെ പട്ടികജാതി ക്ഷേമ സമിതി സംഘടനാ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു S. സജികുമാർ. നേര് പറഞ്ഞു മുന്നേറിയ സംഘടനയാണ് PKS എന്നും S. അജയകുമാർ പറഞ്ഞു. ഉത്തരേന്ത്യയിൽ വിജയിച്ച സംഘപരിവാറിൻ്റെ പിന്നോക്ക ദളിത് പീഡനം കേരളത്തിൽ പരീക്ഷിക്കാനുള്ള ശ്രമത്തെ തടയാനുള്ള കരുത്ത് PKS ഉൾപ്പെടെയുള്ള പുരോഗമന സംഘടനകൾക്കുണ്ട്. സാധാരണ ജനവിഭാഗങ്ങളെ അടിമത്തത്തിലേക്ക് നയിക്കാനുള്ള സംഘപരിവാറിൻ്റെ ആസൂത്രിത നീക്കമാണ് ദളിത് പീഡനം. സംഘപരിവാർ പലവിധത്തിൽ നടപ്പിലാക്കുന്ന ദളിത് പീഡനം കേരളത്തിലും നടപ്പിലാക്കാനുള്ള ശ്രമത്തിലാണ്. ഇതിനെ സമൂഹം ഒന്നാകെ പ്രതിരോധിക്കേണ്ടതുണ്ടെന്നും S. അജയകുമാർ കൂട്ടിച്ചേർത്തു. സംസ്ഥാനത്തിലെ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു സംഘടനയായി മാറുന്നു. ഒരാളുടെയും സഹായമില്ലാതെ ഇവിടെ ഇപ്പോൾ ജില്ലാ കൺവെൻഷൻ നടക്കുന്നത് പോലെ ജില്ലാ കൺവെൻഷന്റെ സാഹസംഘാര ജില്ലാ കമ്മിറ്റി തന്നെയാണ്. ഈ കൺവെൻഷൻ നടത്തുന്നതാരാ? ജില്ലാ കമ്മിറ്റി തന്നെയാണ്. അന്ന് നിങ്ങൾക്കറിയാം, ഈ സംസ്ഥാന സമ്മേളനം നടന്നത് ഈ കേരളത്തിലെ എണ്ണമറ്റ പ്രബല വർഗബഹുജന സംഘടന നടക്കുന്ന സമ്മേളനങ്ങളെ PKS ജില്ലാ പ്രസിഡന്റ് കുഞ്ഞിക്കണ്ണൻ തൃത്താല അധ്യക്ഷത വഹിച്ചു. MLA-മാരായ PP സുമോദ്, K. ശാന്തകുമാരി, ജില്ലാ സെക്രട്ടറി V. പൊന്നുകുട്ടൻ തുടങ്ങിയവർ പ്രസംഗിച്ചു.
ന്യൂസ് ബ്യൂറോ, പാലക്കാട്. പട്ടാമ്പിയിൽ യൂത്ത് കോൺഗ്രസ് മാർച്ചിൽ സംഘർഷവും ജലപീരങ്കിയും. മുള്ളൂർക്കര പ്രതിഷേധവുമായി ബന്ധപ്പെട്ട് KSU പ്രവർത്തകരെ മുഖംമൂടിയും കൈവിലങ്ങും ധരിപ്പിച്ച് കോടതിയിൽ ഹാജരാക്കിയ സംഭവത്തിലാണ് വടക്കാഞ്ചേരി SHO ഷാജഹാൻ്റെ പട്ടാമ്പിയിലെ വസതിയിലേക്ക് മാർച്ച് നടത്തിയത്. പ്രവർത്തകർ പോലീസുമായി വാക്കുതർക്കമുണ്ടായി. കഴിഞ്ഞ ദിവസം മുള്ളൂർക്കരയിൽ KSU SFI സംഘർഷവുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായ 3 KSU പ്രവർത്തകരെ കോടതിയിലേക്ക് കറുത്ത മുഖംമൂടി വച്ച് മുഖം മറച്ച് കൊണ്ടുവന്ന സംഭവത്തിലാണ് പോലീസിനെതിരെ വ്യാപക പ്രതിഷേധം നടന്നത്. വടക്കാഞ്ചേരി SHO ഷാജഹാന്റെ പട്ടാമ്പി വള്ളൂരിലുള്ള വസതിയിലേക്ക് യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ നടത്തിയ മാർച്ച് സംഘർഷത്തിൽ കലാശിച്ചു. ബാരിക്കേഡ് മറികടക്കാനും മറച്ചിടാനും പ്രവർത്തകർ ശ്രമിച്ചതോടെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. KPCC അംഗം റിയാസ് മുക്കോളി, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PK ഫാറൂഖ്, ജില്ലാ പ്രസിഡന്റ് ജയഘോഷ്, നിയോജകമണ്ഡലം പ്രസിഡന്റ് ജയശങ്കർ കൊട്ടാരത്തിൽ, മറ്റ് നിയോജകമണ്ഡലം ഭാരവാഹികൾ, പ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുത്തു. പ്രതിഷേധിച്ചവരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. പ്രവർത്തകരെ വിട്ടുകിട്ടണമെന്ന് ആവശ്യപ്പെട്ട് പോലീസുമായി വാക്കുതർക്കമുണ്ടായി. പട്ടാമ്പി പോലീസ് സ്റ്റേഷനിൽ എത്തിച്ച പ്രവർത്തകരെ ജാമ്യത്തിൽ വിട്ടയച്ചു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. പൊതുശൗചാലയം നിർമ്മിച്ച് വർഷങ്ങൾ കഴിഞ്ഞിട്ടും തുറന്നു കൊടുത്തില്ല. കോട്ടായി സെൻട്രൽ യാത്രക്കാർ ശങ്ക തീർക്കുന്നത് പാതയോരങ്ങളിലും വയോജന പാർക്കിലുമാണ്. ദുർഗന്ധത്താൽ വലഞ്ഞ വ്യാപാരികളും നാട്ടുകാരും. 40-ൽ പരം ബസ് സർവീസ് നടത്തുന്ന ദിനേന ആയിരക്കണക്കിന് യാത്രക്കാർ എത്തുന്ന കോട്ടായി സെന്ററിൽ പൊതു ശൗചാലയമില്ലാത്തത് അക്ഷരാർത്ഥത്തിൽ യാത്രക്കാരെ വലയ്ക്കുകയാണ്. പൊതു ശൗചാലയം നിർമ്മിച്ചതാവട്ടെ പണി പൂർത്തീകരിച്ച് വർഷങ്ങൾ കഴിഞ്ഞിട്ടും തുറന്നു കൊടുത്തിട്ടുമില്ല. ശൗചാലയം തുറക്കാത്തതിനാൽ കോട്ടായി സെന്ററിൽ യാത്രക്കാരും മറ്റും ശങ്ക തീർക്കുന്നത് പാതയോരത്തും പരിസരത്തെ വയോജന പാർക്കിലുമാണ്. ഇതുകാരണം ദുർഗന്ധത്താൽ വലഞ്ഞ വ്യാപാരികളും നാട്ടുകാരും ദുരിതം പേറുകയാണ്. കോട്ടായി പഞ്ചായത്തിന്റെ 2023-24 വർഷത്തെ പദ്ധതിയിൽ ഉൾപ്പെടുത്തി വയോജന പാർക്കിനോട് ചേർന്ന് പ്രധാന പാതയോരത്ത് മലമ്പുഴ കനാൽ പുറമ്പോക്കിൽ ലക്ഷങ്ങൾ ചെലവഴിച്ച് പൊതു ശൗചാലയം നിർമ്മിച്ച് 1 വർഷം കഴിഞ്ഞിട്ടും തുറന്നുകൊടുക്കാത്തതാണ് എല്ലാവർക്കും ദുരിതമായിരിക്കുന്നത്. സെന്ററിലെത്തുന്ന യാത്രക്കാർ ആവശ്യങ്ങൾ നിറവേറ്റുന്നത് വ്യാപാര സ്ഥാപനങ്ങളുടെ മറപറ്റിയും പാതയോരത്തുമാണ്. സ്ത്രീ യാത്രക്കാരാണ് ഏറെ വിഷമിക്കുന്നത്. പണി പൂർത്തീകരിച്ച പൊതു ശൗചാലയം ഉടൻ തുറന്നുകൊടുത്ത് യാത്രക്കാരുടെ ക്ലേശം പരിഹരിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, കോട്ടായി. മാങ്കുറിശ്ശി കല്ലൂർ റോഡിൽ ഗർത്തങ്ങൾ രൂപപ്പെട്ട് തകർന്നതോടെ വാഹനയാത്രക്കാർ ദുരിതത്തിൽ. 4 കിലോമീറ്റർ ദൈർഘ്യമുള്ള റോഡ് മിക്ക ഭാഗങ്ങളും തകർന്നതോടെ കാൽനടയാത്ര പോലും ദുരിതത്തിലാണ്. ഇരുചക്ര വാഹനങ്ങളാണ് ഏറെ പ്രയാസപ്പെടുന്നത്. 4 കിലോമീറ്റർ ദൈർഘ്യമുള്ള റോഡ് മിക്ക ഭാഗങ്ങളും തകർന്നതോടെ കാൽനടയാത്ര പോലും ദുരിതമായി. ഇരുചക്ര വാഹനങ്ങളാണ് ഏറെ പ്രയാസപ്പെടുന്നത്. 5 വർഷം മുൻപ് നവീകരിച്ച റോഡാണ് ഇന്ന് സഞ്ചാരയോഗ്യമല്ലാതെയായത്. 5ലേറെ സ്വകാര്യ ബസ്സുകൾ സർവീസ് നടത്തുന്ന പൊതുമരാമത്ത് റോഡാണിത്. റോഡ് പാടെ തകർന്നതോടെ വാഹനയാത്രക്കാർ ഏറെ ദുരിതത്തിലാണ്. റോഡ് നവീകരിക്കാൻ പൊതുമരാമത്ത് വകുപ്പ് നടപടി സ്വീകരിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. കല്ലൂർ റോഡിൻ്റെ അവസ്ഥയാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. ഏകദേശം 6ഓളം ബസ് 7 പ്രാവശ്യത്തുള്ള റൂട്ട് പോകുന്നതും 2 സ്കൂളുകൾ ഈ പ്രദേശത്തുണ്ട്. മാത്രമല്ല ഒരുപാട് യാത്രക്കാരുണ്ട്. ഏകദേശം ഒരു 100-400ഓളം വാഹനങ്ങൾ ഇപ്പോൾ നിരന്തരം ഓടിക്കൊണ്ടിരിക്കുന്ന സാഹചര്യമാണ്. ഏകദേശം 4 വർഷം മുമ്പാണ് ഇത് നേരാക്കിയത്. അപ്പോൾ ഈ അവസ്ഥയിൽ റോഡിൽ കൂടെ യാത്ര ചെയ്യണമെങ്കിൽ ഒരുപാട് ബുദ്ധിമുട്ടുണ്ട് ജനങ്ങൾക്ക്. അതുകൊണ്ട് ഈ റോഡ് എത്രയും പെട്ടെന്ന് വൃത്തിയാക്കി തരുവാൻ വേണ്ടി എത്രയും പെട്ടെന്ന് ചെയ്യണമെന്ന് ഇതിനോടും മറ്റുദ്യോഗസ്ഥന്മാരോടും വിനീതമായി അഭ്യർത്ഥിക്കുന്നു. ന്യൂസ് ബ്യൂറോ, പത്രിപ്പാല. മികച്ച പച്ചത്തുരുത്ത് പുരസ്കാരം മങ്കര ഗ്രാമപഞ്ചായത്തിന്. മങ്കരയിലെ കല്ലൂരിൽ തയ്യാറാക്കിയ മിയാവാക്കി വനം, ശലഭോദ്യാനം, ഔഷധത്തോട്ടം, പുഴയോരങ്ങളിൽ മുളങ്കാടുകൾ എന്നിവ ഒരുക്കിയതോടെയാണ് സംസ്ഥാന പുരസ്കാരം മങ്കരയെ തേടിയെത്തിയത്. 2012-ൽ സംസ്ഥാനത്തെ പ്രഥമ ജൈവ വൈവിധ്യ പുരസ്കാരം മങ്കര പഞ്ചായത്തിനെ തേടിയെത്തിയിട്ടുണ്ട്. കല്ലൂരിൽ തയ്യാറാക്കിയ മിയാവാക്കി വനം, ശലഭോദ്യാനം, ഔഷധത്തോട്ടം, പുഴയോരങ്ങളിൽ മുളങ്കാടുകൾ, വിവിധയിടങ്ങളിലെ വനവൃക്ഷങ്ങൾ നടൽ എന്നിവ ഒരുക്കിയതോടെയാണ് പുരസ്കാരം മങ്കര പഞ്ചായത്തിനെ തേടിയെത്തിയത്. പരിസ്ഥിതി പ്രവർത്തകൻ കല്ലൂർ ബാലൻ, ഇറാം ഗ്രൂപ്പ് മേധാവി ഡോക്ടർ സിദ്ദിഖ് അഹമ്മദ്, പരിസ്ഥിതി പ്രവർത്തകൻ MV രമേശ് എന്നിവരുടെ സഹകരണത്തോടെയാണ് പച്ചത്തുരുത്ത് ഒരുക്കാനായത്. ഈ മാസം 16-ന് തിരുവനന്തപുരം ടാഗോർ തിയേറ്ററിൽ വച്ച് പുരസ്കാരങ്ങൾ സമ്മാനിക്കും. 2012-ൽ സംസ്ഥാനത്തെ പ്രഥമ ജൈവ വൈവിധ്യ പുരസ്കാരവും മങ്കരയെ തേടിയെത്തിയിരുന്നു. മങ്കര ഗ്രാമപഞ്ചായത്തിനു വേണ്ടി പരിസ്ഥിതി പ്രവർത്തകനും പഞ്ചായത്ത് അംഗവുമായ കല്ലൂർ രമേശ് പുരസ്കാരം ഏറ്റുവാങ്ങും. സഹകരിച്ച, പിന്തുണ നൽകിയ എല്ലാവർക്കും പഞ്ചായത്ത് പ്രസിഡന്റ് MN ഗോകുൽദാസ് നന്ദി അറിയിച്ചു. മങ്കര ഗ്രാമപഞ്ചായത്ത് ഈ മേഖലയിൽ
14-ാം വാർഡിലെ പച്ചത്തുരുത്ത് മിയാവാക്കി എന്ന പേരിൽ പച്ചത്തുരുത്ത് നിർമ്മിക്കുകയും ഒപ്പം തന്നെ വളരെ നേരത്തെ തന്നെ മങ്കര ഗ്രാമപഞ്ചായത്ത് ഈ ഹരിതവൽക്കരണ പദ്ധതികൾ ഏറ്റെടുത്ത് നടത്തുന്ന ഒരു പഞ്ചായത്താണ് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. 2012 സംസ്ഥാന സർക്കാരിൻ്റെ പ്രഥമ ജൈവ വൈവിധ്യ അവാർഡിന് ഈ പഞ്ചായത്ത് അർഹമായത് മുതൽ തന്നെ ഇവിടെ ശലഭോദ്യാനങ്ങളായാലും ഔഷധ സസ്യത്തോട്ടങ്ങളായാലും മുളങ്കാടുകളായാലും തുടങ്ങി ഒട്ടനവധി വിവിധങ്ങളായ പദ്ധതികൾ ഈ മേഖലയിൽ നമുക്ക് നടപ്പിലാക്കാൻ കഴിയുന്നതിൻ്റെ ഭാഗമായി ഇപ്പോൾ വീണ്ടും ഒരു പുരസ്കാരം മങ്കരയെ തേടിയെത്തിയിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഈ ഭരണസമിതിയുടെ അഭിനന്ദനാർഹമായ ഒരു നേട്ടമായാണ് നമ്മളിത് കാണുന്നത്. കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി കൊണ്ട് മങ്കര ഗ്രാമപഞ്ചായത്ത് നടത്തുന്ന പ്രവർത്തനങ്ങൾക്ക് സംസ്ഥാന സർക്കാരിൻ്റെ അംഗീകാരം കൂടി ലഭിച്ചു എന്നതിൽ അതിയായ സന്തോഷമുണ്ട്. ഈ അവാർഡ് മങ്കരയിലെ മുഴുവൻ ജനങ്ങൾക്കുമായി സമർപ്പിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. ഷൊർണൂർ പരുത്തിപ്പുറ സ്വദേശിയായ ഡോക്ടർ CM നീലകണ്ഠന് വീണ്ടും അംഗീകാരം. ദേശീയോദ്ഗ്രഥന പ്രവർത്തനങ്ങൾക്കുള്ള സമഗ്ര സംഭാവന നൽകുന്ന കേന്ദ്ര ഗവൺമെൻറ് സ്ഥാപനമായ ഭാരത് സേവക് സമാജിൻ്റെ പുരസ്കാരത്തിനാണ് അദ്ദേഹം അർഹനായത്. ഏറെ അഭിമാനവും സന്തോഷമുണ്ടെന്ന് ഡോക്ടർ CM നീലകണ്ഠൻ STVയോട് പറഞ്ഞു. വിദ്യാഭ്യാസ, സാംസ്കാരിക, മാനുഷിക സേവന പ്രവർത്തനങ്ങളിൽ സജീവ പങ്കാളിത്തം കണക്കിലെടുത്ത് നൽകുന്നതാണ് ഇന്ത്യ ഗവൺമെൻറ് പ്ലാനിംഗ് കമ്മീഷൻ കീഴിലുള്ള സർക്കാർ സ്ഥാപനമായ ഭാരത് സേവക് സമാജിൻ്റെ പുരസ്കാരം. ജവഹർലാൽ നെഹ്റു പ്രധാനമന്ത്രിയായിരിക്കുന്ന കാലത്ത് സ്ഥാപനത്തിൻ്റെ ചെയർമാനായി പ്രവർത്തിച്ചു വരുന്ന ഒന്നാണ് ഭാരത് സേവക് സമാജ്. സമൂഹത്തിലെ വിവിധ മേഖലകളിൽ സാമൂഹ്യ പ്രവർത്തനവും ദേശീയോദ്ഗ്രഥന പ്രവർത്തനങ്ങളും നടത്തുന്ന 45 പേർക്ക് പുരസ്കാരം ലഭിച്ചതിൽ ഒരാളാണ് ഷൊർണൂർ പരുത്തിപ്പുറ സ്വദേശി ചേത്തലമന ശരണ്യയിൽ ഡോക്ടർ CM നീലകണ്ഠൻ. തിരുവനന്തപുരത്തെ ഭാരത് സേവക് സമാജ് ഓഫീസിൽ നടന്ന ചടങ്ങിൽ ഭാരത് സേവക് സമാജിൻ്റെ ഓൾ ഇന്ത്യ ചെയർമാൻ BS ബാലചന്ദ്രനിൽ നിന്നും ഡോക്ടർ CM നീലകണ്ഠൻ പുരസ്കാരം ഏറ്റുവാങ്ങി. പുരസ്കാരം തന്നെ തേടിയെത്തിയതിൽ ഏറെ സന്തോഷവും അഭിമാനവും ഉണ്ടെന്ന് ഡോക്ടർ CM നീലകണ്ഠൻ STVയോട് പറഞ്ഞു. ഭാരത് സേവക് സമാജിൻ്റെ പുരസ്കാരമാണ് ഞാൻ ഇന്നലെ തിരുവനന്തപുരത്ത് ഭാരത് സേവാ സമാജ് ഓഫീസിൽ നിന്ന് സ്വീകരിച്ചത്. ഭാരത് സേവാ സമാജ് എന്നുള്ളത് 1952 ജവഹർലാൽ നെഹ്റു പ്രൈം മിനിസ്റ്റർ ആയിരുന്ന കാലത്ത് അദ്ദേഹം ചെയർമാനായി ഗുരുസിലാൽ നന്ദ സെക്രട്ടറി ആയിട്ട് രൂപീകരിച്ച ഭാരതത്തിൻ്റെ പ്ലാനിംഗ് കമ്മീഷൻ രൂപീകരിച്ച ഒരു പ്രസ്ഥാനമാണ്. അത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പ്രസ്ഥാനമാണ്. അത് നിരവധി കോഴ്സുകൾ, നിരവധി മറ്റു തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത് അനവധി കോഴ്സുകൾ ഇന്ത്യയിലൊക്കെ ആകമാനം പല ഓഫീസുകളുമുണ്ട്. തിരുവനന്തപുരത്ത് അതിൻ്റെ ഓഫീസിൽ വെച്ചിട്ടാണ് ഇന്നലെ ആ ഓണർ എനിക്ക് സ്വീകരിക്കാൻ സാധിച്ചത്. ഇതിനകം തന്നെ നിരവധി പുരസ്കാരങ്ങൾ CM നീലകണ്ഠനെ തേടിയെത്തിയിട്ടുണ്ട്. ന്യൂസ് സെൻ്റർ, ഷൊർണൂർ. പള്ളിത്തേനൂർ യങ് മെൻസ് അസോസിയേഷൻ ലൈബ്രറിയുടെ ആഭിമുഖ്യത്തിൽ വനിതാവേദിയും യുവജനവേദിയും ചേർന്ന് ഓണാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു. എറണാകുളം നോർത്ത് റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ഇറങ്ങുന്നതിനിടെ ട്രെയിനിൽ നിന്ന് വീഴാൻ പോയ സ്ത്രീയെ രക്ഷിച്ച രാഘവൻ ഉണ്ണിക്ക് ചടങ്ങിൽ സ്വീകരണം നൽകി. വായനശാല പ്രസിഡന്റ് OB വിനോദും സെക്രട്ടറി TV രഘുനാഥും ചേർന്ന് രാഘവൻ ഉണ്ണിയെ ആദരിച്ചു. പാലക്കാട് ജമാഅത്തുൽ ഉലമയുടെ നബിദിന മഹാസമ്മേളനവും 30ാം വാർഷികവും സെപ്റ്റംബർ 15-16 തീയതികളിൽ നടക്കും. പാലക്കാട്ട് നടക്കുന്ന സമ്മേളനത്തിൽ കേരളത്തിലെയും തമിഴ്നാട്ടിലെയും പണ്ഡിതർ പങ്കെടുക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. സമ്മേളനത്തിൽ AP അബൂബക്കർ മുസ്ലിയാർ, സയ്യിദ് ഇബ്രാഹിം മലീലുൽ ബുമാരി തങ്ങൾ, PA അബ്ദുൾ റഹ്മാൻ, ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ മൗലാന മൗലവി അഡ്വക്കേറ്റ് ഹുസൈൻ സഖാഫി, സമസ്ത പ്രസിഡന്റ് സയ്യിദുൽ ഉലമ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ തുടങ്ങി കേരളത്തിലെയും തമിഴ്നാട്ടിലെയും പണ്ഡിതർ പങ്കെടുക്കും. നാളിതുവരെ നടത്തിവന്ന ചാരിറ്റി പ്രവർത്തനങ്ങൾ ശക്തമാക്കുകയും സജീവമാക്കുകയും ചെയ്യുന്ന നടപടികൾക്ക് രൂപം നൽകും. ഉലമാ സംഗമം, സന്തുഷ്ട കുടുംബം, നബിദിന സമ്മേളനം, അനുസ്മരണം എന്നിവയും 2 ദിവസങ്ങളിലായി സംഘടിപ്പിക്കും. കോളേജ് ലൈബ്രറികൾക്കുള്ള പുസ്തക വിതരണം, ഉലമമാർക്കുള്ള ധനസഹായ വിതരണം, വിധവകൾക്കുള്ള ടൈലർ മെഷീൻ വിതരണം, കോളേജുകൾക്കുള്ള സഹായ വിതരണം എന്നിവയും നടക്കും. 2 ദിവസങ്ങളിലായി നടക്കുന്ന പരിപാടിയിൽ ജില്ലയിലെയും തമിഴ്നാട്ടിലെയും ഉലമമാരും വിദ്യാർത്ഥികളും പങ്കെടുക്കും. അവരുടെ ഒരു കൂട്ടായ്മയാണ് ഇത്. ഈ പാലക്കാട് ജില്ല ജമാഅത്തുൽ ഉലമ എന്ന് പറയുന്ന ഉലമാക്കളുടെ ഒരു സംഘടന. ഇതിന്റെ 30ാമത്തെ വാർഷികമാണ് ഈ കൊണ്ടാടുന്നത്. അതിന് ഈ ഓരോ വർഷവും ഈ പരിപാടികൾ വർഷം തോറും ഈ നബിദിന മാസത്ത്
ഒരു നമ്മുടെ സാധാരണ ഷാദി മഹാൾ പോലെയുള്ള ഒരു ഇതിൽ വെച്ചിട്ട് ഇതിൽ ഇവർക്ക് വേണ്ടുന്ന എല്ലാ ചാരിറ്റി ടൈപ്പിലുള്ള അതിൽ നിന്ന് ഏജായി ജോലി ചെയ്യാൻ കഴിയാത്തവർക്കുള്ള സഹായങ്ങൾ. പ്രസിഡന്റ് എം മുഹമ്മദ് ഇലിയാസ് ഇംദാദി, ചെയർമാൻ മൗലവി MA അബ്ദുൽ ജബ്ബാർ മിസ്ബാഹി, കൺവീനർ അക്ബർ അലി ഹാജി, ട്രഷറർ മുഹമ്മദ് റാഫി, ജനറൽ സെക്രട്ടറി PS ഉമ്മർ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. പ്രധാന വാർത്തകൾ വീണ്ടും. ടൂറിസം രംഗത്തെ കേരളം ആഗോള ബ്രാൻഡായി മാറിയെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ്. ഇക്കോ ടൂറിസം പദ്ധതി വികസിപ്പിക്കുന്നതിലൂടെ ഗ്രാമീണ വികസനവും തൊഴിൽ വളർച്ചയും ഉണ്ടാകും. നൂതന സംവിധാനങ്ങൾ പ്രയോജനപ്പെടുത്തിയുള്ള ടൂറിസം വികസനം സർക്കാർ ലക്ഷ്യമെന്നും മുഹമ്മദ് റിയാസ്. വനനിയമങ്ങളിൽ കാലോചിതമായ മാറ്റം അനിവാര്യമെന്ന് മന്ത്രി AK ശശീന്ദ്രൻ. കേന്ദ്ര നിയമത്തിലെ ഇളവുകൾ അനുസരിച്ച് സംസ്ഥാനങ്ങൾക്ക് തീരുമാനമെടുക്കാനുള്ള അധികാരം നൽകണം. കേന്ദ്രവുമായി ഏറ്റുമുട്ടലില്ലെന്നും സംസ്ഥാന മന്ത്രിസഭ അംഗീകരിച്ച കരട് ബിൽ നിയമസഭ പാസാക്കിയാൽ രാഷ്ട്രപതിക്ക് അയക്കുമെന്നും മന്ത്രി. സംഘപരിവാറിന്റെ ദളിത് പീഡന സിദ്ധാന്തം കേരളത്തിൽ നടക്കുന്നില്ലെന്ന് PKS സംസ്ഥാന സെക്രട്ടറി S അജയ്കുമാർ. പ്രതിരോധിക്കാൻ കേരളത്തിൽ പുരോഗമന പ്രസ്ഥാനങ്ങളുണ്ട്. പാലക്കാട് പട്ടികജാതി ക്ഷേമ സമിതി സംഘടനാ കൺവെൻഷൻ. KSU പ്രവർത്തകരെ മുഖംമൂടിയും കൈവിലങ്ങും ധരിപ്പിച്ച് കോടതിയിൽ ഹാജരാക്കിയ വടക്കാഞ്ചേരി SHO ഷാജഹാന്റെ പട്ടാമ്പി വള്ളൂരിലെ വസതിയിലേക്ക് യൂത്ത് കോൺഗ്രസ് KSU പ്രവർത്തകർ നടത്തിയ മാർച്ചിൽ സംഘർഷം. പോലീസ് ജലപീലങ്കി പ്രയോഗിച്ചു. ഷാജഹാൻ കാക്കിയിട്ട ക്രിമിനലെന്ന് റിയാസ് മുക്കോളി. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.